കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസിന് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാനായില്ല. സമൂഹമാധ്യമ ശൃംഖലയായ മെറ്റ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ വാദം. വാർത്തയുടെ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, ഈ സമൂഹമാധ്യമ ശൃംഖലയായ മെറ്റയിൽ നിന്ന് മെറ്റ സഹകരിക്കുന്നില്ല എന്നാണ് പോലീസിന്റെ വാദം. ഇതോടെ കേസിൽ കുറ്റാരോപിതരായവർക്ക് നിയമക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയൊരുങ്ങുന്നു എന്ന ആരോപണവും ശക്തമല്ലേ? തീർച്ചയായും വൃന്ദ, കാരണം ഈ ഷഹബാസ് വധക്കേസ് നമ്മളെല്ലാം വലിയ അളവിൽ തന്നെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് സഹപാഠികൾ അല്ലെങ്കിൽ പ്രായക്കാരായ വിദ്യാർത്ഥികളുടെ ഏറ്റുമുട്ടലിനിടെ ഷഹബാസ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. സംഘർഷത്തെ തുടർന്ന് ഷഹബാസ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൽ തന്നെ കുറ്റാരോപിതരായ 6 കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഷഹബാസിന്റെ പിതാവ് ഇഖ്ബാൽ നേരത്തെ തന്നെ ഈ സംഭവത്തിൽ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പങ്കുണ്ട്, കാരണം ഇതിന്റെ ഗൂഢാലോചനയിൽ അവർക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ ഒരു ഗൂഢാലോചനകളെല്ലാം തന്നെ നടന്നത് ഇതൊരു ആസൂത്രിതമായ ഒരു സംഘർഷമായിരുന്നു എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിന്റെ തെളിവുകളെല്ലാം തന്നെ നിലനിൽക്കുന്നത് ഇൻസ്റ്റാഗ്രാം ചാറ്റിലും മറ്റ് സമൂഹ മാധ്യമ ചാറ്റുകളിലുമാണ്. അതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് അന്വേഷണ സംഘം പിന്നീട് മെറ്റ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ മെറ്റയോട് വിശദാംശങ്ങൾ തേടിയത്. എന്നാൽ ഇതുവരെ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതിൽ പോലീസ് പറയുന്ന വാദം മെറ്റ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതേസമയം ഇത് കുറ്റാരോപിതരായിട്ടുള്ള കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും രക്ഷിക്കാനുള്ളൊരു അന്വേഷണ സംഘത്തിന്റെ തന്ത്രമാണ് എന്നൊരു ആരോപണവും ഉയരുന്നുണ്ട്. കാരണം ഇതിൽ ഈ കുറ്റാരോപിതരായ കുട്ടികളിൽ പോലീസുകാരന്റെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ ഒരു അധ്യാപകന്റെ മകൻ ഉൾപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ഉന്നതരായിട്ടുള്ള ആളുകളുടെ മക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകളെ രക്ഷിക്കുക എന്നൊരു സമീപനത്തിന്റെ ഭാഗമാണ് അന്വേഷണ സംഘത്തിന്റെ ഈ വാദം എന്ന് ആരോപണവും ആക്ഷേപവും ഉന്നയിക്കുന്നവരും പൊതുസമൂഹത്തിലുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ ഇനിയിപ്പോൾ കുറ്റപത്രം മെയ് ആദ്യവാരത്തോടുകൂടി കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുകയാണ്. അതിനു മുന്നോടിയായി തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് അന്വേഷണ സംഘത്തിന്റെ വലിയ നേട്ടമാകും. ഇനി ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അത് വലിയ വീഴ്ചയായും വിലയിരുത്തപ്പെടും. വൃന്ദ. ശരി റിയാസ്.